ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ടി വി. ഇന്ന് നമ്മൾ ബാങ്ക് എക്സാംസിൻ്റെ വീഡിയോ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ അതിനകത്ത് ഞാൻ ആദ്യം QA സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏത് ബാങ്ക് എക്സാം എടുത്താലും സിംപ്ലിഫിക്കേഷനിൽ നിന്ന് 5 മാർക്സ് ഷുവറാണ്. അപ്പോൾ ഈ സിംപ്ലിഫിക്കേഷൻ നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ട്രിക്സ് ഓൺ മൾട്ടിപ്ലൈയിങ് 2 നമ്പേഴ്സ് എങ്ങനെയാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് എങ്ങനെയാണ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, ഈ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഹൗ ടു മൾട്ടിപ്ലൈ 2 ഡിജിറ്റ് നമ്പേഴ്സ് അതിൻ്റെ ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 2 കേസായിട്ടാണ് ഞാനിപ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്ക് കുറച്ച് കാറ്റഗറി കുറച്ച് സെറ്റ് ഓഫ് നമ്പേഴ്സിനെ ഒരു മെത്തേഡിലും ബാക്കിയുള്ള നമ്പേഴ്സിനും വേറൊരു ഈസി മെത്തേഡിലും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്താണ് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത്? ഇപ്പം ഞാൻ എഴുതാൻ പോകുന്നത് ആ 2 ഡിജിറ്റ് നമ്പേഴ്സിനെ കണ്ടാൽ നമുക്ക് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഈ കേസിൽ നോക്കുകയാണെങ്കിൽ 46 × 44 അതാണ് ഞാൻ പറയുന്ന നമ്പർ. ഇപ്പം പിന്നെ 31 × 39 ഇങ്ങനെയുള്ള ഡിജിറ്റ്സിൽ എന്താണ് പ്രത്യേകത നമുക്ക് കാണാം. ഇവിടെ ലാസ്റ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ 2 ഡിജിറ്റ്, ഈ 2 ക്വസ്റ്റ്യനിലെയും നമ്പേഴ്സിൻ്റെ 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്സിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? അത് 10 ആണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഈ മെത്തേഡ്, ഈ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ഈ മെത്തേഡ് അപ്ലൈ ചെയ്യണമെങ്കിലുള്ള ഒരു കണ്ടീഷനാണ് എന്ത്? ഈ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കണം? 10 ആയിരിക്കണം. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് ദ നെക്സ്റ്റ് തിങ് നമ്മളിവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും ടെൻസ് പ്ലേസിലുള്ള ഡിജിറ്റ്സ് സെയിം ആണ്. ഓക്കെ, സോ എന്തായിരിക്കണം ക്രൈറ്റീരിയ? അപ്പോൾ ഇതാണ് കേസ് 1 അപ്ലൈ ചെയ്യണമെങ്കിൽ, കേസ് 1 ട്രിക്ക് അപ്ലൈ ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, യൂണിറ്റ് പ്ലേസ് ഉള്ള ഡിജിറ്റ്സിൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കണം? 10 ആയിരിക്കണം. അതേപോലെ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ടെൻസ് പ്ലേസിലുള്ള ഡിജിറ്റ്സ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 46 × 44 എന്താണ് അതിൻ്റെ പ്രോഡക്റ്റ് വരിക? എത്ര പെട്ടെന്ന് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും? നിങ്ങൾ സാധാരണ മെത്തേഡ് യൂസ് ചെയ്യുവാണെങ്കിൽ വി വിൽ ഗോ ലൈക്ക് 46 × 44, 4 6 24, 4 4 16, 4 6 24 again, പിന്നെ 4 4 16, എന്നിട്ട് ഇത് ആഡ് ചെയ്ത് ആൻസർ എഴുതും. ഇൻ ദിസ് മെത്തേഡ് 46 × 44 എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. എന്താണ് അതിൻ്റെ ആൻസർ വരുന്നത്? 24. അതായിരിക്കും നമ്മുടെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് വരിക. ഇനി നമ്മുടെ ടെൻസ് പ്ലേസിലുള്ള ഡിജിറ്റ് കോമൺ ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ് ടെൻസ് പ്ലേസിലെ ഡിജിറ്റ്? 4 ആണ്. സോ 4 എന്ന് പറയുന്ന ടെൻസ് പ്ലേസിലെ ഡിജിറ്റിനെ എടുക്കാം. എന്നിട്ട് 4 + 1 എന്ന് പറഞ്ഞ് കിട്ടുന്ന ഡിജിറ്റുമായിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് 4 എടുത്തു, 4 × 4 + 1 എന്തായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക? 20. അതായിരിക്കും ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ പ്ലേസ് ചെയ്യുക. അപ്പോൾ എന്താണ്? ഇറ്റ്സ് വെരി സിമ്പിൾ. എന്താ ചെയ്യേണ്ടത്? 46 × 44ൻ്റെ ആൻസർ നമുക്ക് എത്ര പെട്ടെന്ന് വിത്തിൻ 2 seconds നമുക്ക് കിട്ടി. എന്താണ്? 2024. ഓക്കെ, അപ്പോൾ അടുത്ത ഒരെണ്ണം നമുക്ക് നോക്കാം. എന്താണ്? 31 × 39. അപ്പോൾ ഇവിടെയും നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റ്സിൻ്റെ സം 10 ആണ്. ടെൻസ് പ്ലേസിലെ ഡിജിറ്റ്സ് 2 സെയിം ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റ് എന്തായിരുന്നു? 1 × 9 യൂണിറ്റ്സ് പ്ലേസിലെ ഡിജിറ്റ്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്? 9 എന്നാണ്. അതിനെ 2 ഡിജിറ്റ് ഫോമിൽ എഴുതുക. അപ്പോൾ 9 എന്ന് പറയുന്നത് 09 ആയിട്ട് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് 3 × എന്തായിരിക്കണം? 3 ആണ് നമ്മുടെ ടെൻസ് പ്ലേസിലെ ഡിജിറ്റ്. അപ്പോൾ 3 × 3 + 1 എന്ന് പറയുന്നത് 4 ആണ്. 3 × 4 12. സോ 1209 ആണ് എന്തിൻ്റെ ആൻസർ? 31 × 39. സോ ഇറ്റ്സ് വെരി ഈസി ഫോർ യു ടു മൾട്ടിപ്ലൈ 2 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ഇസ് ഹാവിങ് ദിസ് സ്പെസിഫിക് ക്രൈറ്റീരിയ. എന്താണ് ഇവിടുത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്? യൂണിറ്റ്സ് പ്ലേസിൻ്റെ സം എന്ന് പറയുന്നത് 10 ആൻഡ് ടെൻസ് പ്ലേസിലെ ഡിജിറ്റ്സ് സെയിം ആയിരിക്കണം. ഓക്കെ,
ഇനി നമുക്ക് അടുത്ത കേസിലേക്ക് പോവാം. അപ്പോൾ ഏതൊരു ട്രിക്കും നമുക്ക് ഈസി ആയിട്ടും അത് റിലവൻ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നത് പ്രാക്ടീസിലൂടെയാണ്. സോ ഇതേമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ട്രിക്ക് യൂസ്ഫുൾ ആവുകയുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് കേസിലേക്ക് നമുക്ക് പോവാം. അടുത്ത കേസ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അല്ലേ, നമുക്ക് 2 ഡിജിറ്റ് നമ്പേഴ്സിന് കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഈ കേസിൽ അങ്ങനെയില്ല, ഏതൊരു 2 ഡിജിറ്റിനെ വേണേലും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അടുത്ത കേസ് എന്ന് പറയുന്നത്. കേസ് 2, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എനി 2 ഡിജിറ്റ് നമ്പേഴ്സ്. ഓക്കെ, അതിനകത്ത് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 43 × 21 ഇതാണ് നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഇതിന് എന്തായാലും 3 വാല്യൂസ് ആയിരിക്കും വരിക. 43, അപ്പോൾ 2 ഡിജിറ്റ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും 3 പ്ലേസസ് ഉണ്ടാവും വാല്യൂസിൽ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് പ്ലേസിൽ യൂണിറ്റ് പ്ലേസിലെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇവിടുത്തെ 2 നമ്പേഴ്സ് യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ്സിലെ യൂണിറ്റ് പ്ലേസിൻ്റെ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുത്തെഴുതുക. എന്താണ് അവിടെ വരിക? 3 × 1 എന്താണോ കിട്ടുന്നത് അതായിരിക്കും ഇവിടെ വരിക. അപ്പോൾ എന്താണ് ഇവിടെ? 3 ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ ഹൺഡ്രഡ്സ് പ്ലേസിൽ എന്താണ് വാല്യൂ വരിക? അത് നമ്മുടെ ഈ ഡിജിറ്റ്സിൻ്റെ ടെൻസ് പ്ലേസിലെ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അതായത് ഇവിടെ വരേണ്ട വാല്യൂ എന്ന് പറയുന്നത് 4 × 2 ആയിരിക്കും. 4 × 2 എന്ന് പറയുമ്പോൾ എന്താ വരിക? 8 ആയിരിക്കും ഇവിടെ. ഓക്കെ, ഇപ്പം നമ്മൾ ജസ്റ്റ് ഇതൊന്ന് എഴുതുവാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അതിന് ക്യാരി ഓവറൊക്കെ വരുവാണെങ്കിൽ അങ്ങനെയായിരിക്കും വരിക. അപ്പം നമുക്ക് നോക്കാം. അടുത്തത് മിഡിൽ പൊസിഷനിൽ എന്ത് നമ്പർ വരും എന്നാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. അപ്പം നമ്മൾ യൂണിറ്റ്സ് പ്ലേസിൽ വരേണ്ട നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റ്സിൻ്റെ യൂണിറ്റ്സ് പ്ലേസിലുള്ള നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, അവിടെ എഴുതാം. ആൻഡ് ഹൺഡ്രഡ്സ് പ്ലേസിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിജിറ്റ്സിൻ്റെ ടെൻസ് പ്ലേസിലുള്ള ഡിജിറ്റ്സ് തമ്മിൽ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് അത് എഴുതാം. അടുത്തത് നമ്മുടെ ടെൻസ് പ്ലേസിൽ എന്താണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനെന്ത് ചെയ്യണം നമ്മളെന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടത്? ഈ 3 × 2 + 4 × 1, അതായത് ഫസ്റ്റ് ഡിജിറ്റിൻ്റെ യൂണിറ്റ്സ് പ്ലേസിലെ നമ്പറും സെക്കൻഡ് ഡിജിറ്റിൻ്റെ ടെൻസ് പ്ലേസിലെ നമ്പർ, അതായത് ഇങ്ങനെയായിരിക്കും മൾട്ടിപ്ലിക്കേഷൻ വരിക. അപ്പോൾ 3 × 2 + 4 × 1 ഇങ്ങനെയായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ വരിക? 3 × 2 + 4 × 1. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുന്നത്? നമുക്ക് 6 + 4. 6 + 4 എന്ന് പറയുമ്പോൾ 12 ആണ്. അപ്പോൾ അതിനകത്ത് 2 ഇവിടെ വരും. 6 + 4 എന്ന് പറയുമ്പോൾ 10 ആണ്. 6 + 4 10. അപ്പോൾ 10-ൽ 0 ഇവിടെ വരും. ബാക്കി 1 എങ്ങോട്ട് പോവും? 1 ഇങ്ങോട്ട് ക്യാരി ഓവർ. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഫൈനൽ ആൻസർ 309. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. അപ്പോൾ അടുത്തത് നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ എടുക്കാം. 42 × 36. 42 × 36. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എഗെയിൻ നമുക്ക് 3 പ്ലേസസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ നമ്പർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 2 × 6 ചെയ്യുക. 2 × 6 ചെയ്യുമ്പോൾ അവിടെ 12 ആണ് വരുന്നത്. 2 എഴുതി, 1 ഇവിടെ ക്യാരി ഓവർ. ഓക്കെ, ഇനി ഇവിടെ എന്താണ് വരുന്നത്? 4 × 3 12. അത് നമുക്ക് ഇവിടെ തന്നെ അങ്ങ് എഴുതാം. 4 × 3 12. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് ഇത് തമ്മിൽ സം ചെയ്യുക പ്ലസ് ഇത് തമ്മിൽ സം ചെയ്യുക. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് തമ്മിലും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ നമ്മൾ സം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 × 3 + 4 × 6 അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 × 3 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 × 3 + 4 × 6. 2 × 3 is 6 and 4 × 6 is 24. അപ്പോൾ 24 + 6 എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് 24 + 6 30. 30-ൽ എന്ത് വരും? ഇവിടെ ഒരു ക്യാരി ഓവർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 30-യുടെ കൂടെ എന്ത് വന്നു? ഇവിടെ 1 ക്യാരി ഓവർ വന്നിട്ടുള്ളത് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അതെന്തായി? 31 ആയി. അപ്പോൾ ഇവിടെ 2, ദാറ്റ് മീൻസ് ഇവിടെ 2, ഇവിടെ 1. ഇനി ഈ 3 എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് വരും. അപ്പോൾ 3 + 12 എന്ന് പറയുമ്പോൾ 15. സോ 1512 ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. Okay, ഇതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കണം. ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം.
കുറച്ചുകൂടെ വലിയൊരു നമ്പർ എടുക്കാം ഈ പ്രാവശ്യം. ഓക്കെ, നമുക്ക് നോക്കാം. 97 into 49. ഓക്കെ, 97 into 49 ആണ് നമ്മൾ ഇത്തവണ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, 3 പ്ലേസസ് ആണ് നമുക്കുള്ളത്. 7 into ആദ്യം എന്താ നമ്മൾ ചെയ്യേണ്ടത്, 7 into 9. 7 into 9 എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും, 63. അതിനകത്ത് 6 ക്യാരി ഓവർ ആണ്. 7 അതേപോലെ തന്നെ 9 into 4 എന്താണ് വരുന്നത്, 36. ഇനി അടുത്തത് എന്താ വരുന്നത്, 7 into 4 plus 9 into 9. ഇതാണ് തമ്മിൽ ആഡ് ചെയ്യേണ്ടത്. 9 into 9 എന്ന് പറയുമ്പോൾ 81. 7 into 4 എന്ന് പറയുമ്പോൾ 28 ആണ് വരുന്നത്. 100. അപ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ 6ഉം ആഡ് ചെയ്യാം. അപ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്, അപ്പോൾ ഇവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ എന്ത് വരും, 6ഉം കൂടെ വരും. 6ഉം കൂടെ വരുമ്പോൾ ഇവിടെ എന്ത് വരും, അത് 15. 115 എന്നാകും. അപ്പോൾ ആ 5 ഇവിടെ എഴുതുക, 11 ഇവിടെ എഴുതുക. അപ്പോൾ എന്താ ആൻസർ വരുന്നത്, നമുക്ക് ഇവിടെ 4753 ഇതായിരിക്കും നമ്മുടെ ആൻസർ വരിക. 4753. ഓക്കെ, അപ്പോൾ ഇത്ര വലിയ നമ്പർ ആയിട്ട് പോലും നമ്മൾ ഇത്രയും ലെസ് ടൈമിൽ അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചു. ഓക്കെ, സോ ഹോപ്പ് എല്ലാവർക്കും മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ 2 ട്രിക്ക് ഞാൻ പറഞ്ഞതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതാണോ സിറ്റുവേഷൻ അതിനനുസരിച്ച് അത് യൂസ് ചെയ്യുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ട്രിക്സ് ആയിരുന്നു. അപ്പോൾ നമുക്കിത് കൂടുതൽ ഈ ട്രിക്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ബാക്കി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ട്രിക്സ് എല്ലാം വരും ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.